ദേശീയപാതകൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടവും മരണവും ഉണ്ടാകുന്ന ഇടങ്ങളാണ്. ഒട്ടും അതിശയോക്തിയില്ലാതെ പൂർണ്ണമായും സർക്കാർ കണക്കുകൾ വെച്ചു തന്നെ ഈ വിവരത്തെ ചർച്ചയാക്കാതിരിക്കാനുള്ള ഒരൊറ്റ കാരണമേയുള്ളൂ. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന തലതിരിഞ്ഞ വികസനത്തിന്റെ ഇരയാണ് കേരളം. 1781 കിലോമീറ്റർ നീളത്തിൽ 11 ദേശീയപാതകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. സമാനമായ ജനസാന്ദ്രതയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ 50ഉം 60ഉം ദേശീയപാതകളും 8,000 മുതൽ 18,000 വരെ കിലോമീറ്റർ വരെ നീളവുമാണ്. കേരളത്തിൽ 1000 പേർക്ക് 425 വാഹനങ്ങൾ വീതമുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ 257ഉം കർണാടകത്തിൽ അത് 182മാണ്. ഗുജറാത്തിൽ 241, രാജസ്ഥാനിൽ 145, മഹാരാഷ്ട്ര പോലെയുള്ള വ്യാവസായിക വളർച്ച നേടിയ സംസ്ഥാനത്ത് 171 എന്നിങ്ങനെ മാത്രമാണ്. ജനസംഖ്യ 3.4 കോടി മാത്രമാണ് എന്നതിനാൽ ആളോഹരി വീതം വയ്പിൽ തഴയപ്പെടുമ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് ഇല്ലാതാകുന്നത്. ദേശീയപാതയിലൂടെയുള്ള ഓരോ യാത്ര കഴിയുമ്പോഴും ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയ ജീവനുമായാണ് ഇപ്പോൾ മലയാളികൾ വീടണയുന്നത് പോലും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജീവൻ ഉറപ്പിച്ച് മലയാളി എങ്ങനെ യാത്ര പോകും? 50 വർഷം മുൻപ് 1970-ൽ 1 കിലോമീറ്റർ ദേശീയപാതയിൽ ഉണ്ടായിരുന്നത് 1.5 വണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോ 51.5 വണ്ടിയാണ്. അത് ഇന്ത്യയിലെ കണക്ക്. രാജ്യത്തു തന്നെ തീരെ ചെറിയ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഗതാഗത തിരക്കുള്ളത് കേരളത്തിലാണ്. അവിടെ എന്തുകൊണ്ടാണ് റോഡ് വികസനം നടക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. 1 കിലോമീറ്റർ റോഡ് വികസിപ്പിക്കാൻ 100 കോടി രൂപ വേണം കേരളത്തിലെന്നാണ് മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ കൈയൊഴിഞ്ഞത്. നിർമ്മാണത്തിന് 25% തുക കേരളം നൽകാമെന്നേറ്റിട്ട് ഇപ്പോൾ മിണ്ടുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. എന്തിനാണ് രാജ്യത്ത് കേരളം മാത്രം ദേശീയപാത വികസനത്തിന് പണം മുടക്കുന്നത്? ദേശീയപാത വികസിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തോട് എന്തിനാണ് ഈ നീരസം? രാഷ്ട്രീയ വരും വരായികകൾ നോക്കി വടിയിൽ ചാറ് വിരിക്കണോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ നടക്കുന്നത് ഗുസ്തി മത്സരമൊന്നുമല്ലല്ലോ. ഇതാ ദേശീയപാതയിലെ കേരളം നേരിടുന്ന ദുരന്തത്തിന്റെ കണക്കുകൾ ഒന്നൊന്നായി ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. മനസാക്ഷിയുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കാം. ദേശീയപാതയിൽ രാജ്യത്തുണ്ടാകുന്ന വാഹന അപകടങ്ങളിൽ 2022-ൽ കേരളം 2ാം സ്ഥാനത്തായിരുന്നു. രാജ്യത്തുണ്ടായ മൊത്തം അപകടങ്ങളിലെ 11.6% ഈ കൊച്ചു കേരളത്തിലാണ്. കേരളത്തിൽ 17,267 അപകടങ്ങൾ. വലിപ്പത്തിൽ കേരളത്തെക്കാൾ പല മടങ്ങ് വരുന്ന തമിഴ്നാട്ടിലോ 18,972 അപകടങ്ങളുമായി ഏറ്റവും മുകളിൽ തമിഴ്നാടാണ്. കേരളത്തിൽ 11 ദേശീയപാതകളും 1,791 കിലോമീറ്ററും മാത്രമുള്ളപ്പോൾ തമിഴ്നാട്ടിൽ 50 ദേശീയപാതകളും 7,000 കിലോമീറ്ററുമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കേരളത്തിന്റെ പല മടങ്ങ് വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ ഉണ്ടായത് 14,999 അപകടങ്ങൾ മാത്രമാണ്. വ്യവസായവൽക്കരിക്കപ്പെട്ട അതിവേഗത്തിന്റെ നാടെന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിൽ ആകെ ഉണ്ടായത് 9,417 അപകടങ്ങൾ മാത്രവും. 102 ദേശീയപാതകളും 18,470 കിലോമീറ്റർ ദൂരവുമുണ്ട് മഹാരാഷ്ട്രയിൽ എന്നുള്ള കാര്യം കൂടി നമുക്കോർക്കാം. കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ എണ്ണം സമാന വാഹന സാന്ദ്രതയുള്ള ലോകത്തെ മറ്റൊരിടത്തും സംഭവിക്കുന്നില്ല. അതിന് കാരണം വാഹനങ്ങൾക്കനുസരിച്ച് വഴികളും അവിടെയെല്ലാം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ വാഹനങ്ങൾ മാത്രമേയുള്ളൂ, അതിന്റെ നികുതിയും. വഴിയുണ്ടാകുന്നില്ല. ഉള്ള വഴിയിലൂടെ അക്ഷരാർത്ഥത്തിൽ ജീവൻ കയ്യിൽ പിടിച്ചു പോകാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ന് നമ്മൾ മലയാളികൾ. പാലക്കാട് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടത് നടന്നുപോയ 4 പെൺകുട്ടികളാണ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ദേശീയപാതകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നല്ലൊരു പങ്കും കൊല്ലപ്പെടുന്നത് കാൽനട യാത്രക്കാർ തന്നെയാണ്. 2022-ൽ മാത്രം 20,515 അപകടങ്ങളാണ് കാൽനടക്കാർ ഉൾപ്പെട്ടതുണ്ടായത്. അതിൽ 10,160 പേർ കൊല്ലപ്പെട്ടു. കാൽനടക്കാരേക്കാൾ കൊല്ലപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ദേശീയപാതകളിലെ മരണക്കയത്തിൽ അടിതെറ്റി വീഴുന്നത്. 2022-ൽ ദേശീയപാതയിൽ മാത്രമുണ്ടായ അപകടങ്ങളിൽ രാജ്യത്ത് കൊല്ലപ്പെട്ടത് 61,038 പേരാണ്. അതിൽ 11%-ലേറെ നമ്മുടെ കേരളത്തിലും. എന്താണ് ഈ അപകടങ്ങളുടെ കാരണം?
അവയിൽ 75.2% കാരണം അമിത വേഗം എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിലൂടെ 2.5% അപകടങ്ങളും ഉണ്ടാകുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതിലൂടെ 1.9% അപകടങ്ങളും ഉണ്ടാകുന്നതായാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകളിൽ പറയുന്നത്. ദേശീയപാത വികസനത്തിൽ കേരളം മുന്തിയ പരിഗണന അർഹിക്കുന്നു എന്നറിയാൻ നമുക്ക് ഒരു കണക്ക് കൂടി നോക്കാം. മൊത്തം റോഡ് അപകടങ്ങളുടെ കണക്കാണിത്. സംസ്ഥാന പാതകളും ദേശീയപാതകളും എല്ലാം ചേർന്നുള്ള അപകടത്തിലും കേരളം ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയിലാണ്. കേരളത്തിൽ 2022 ഉണ്ടായത് 43,910 റോഡ് അപകടങ്ങൾ. സാമ്പത്തികമായി ഏറെ വികസിച്ച കർണാടകത്തിൽ 39,762, മഹാരാഷ്ട്രയിലാവട്ടെ 33,383. കോവിഡ് പടർന്നപ്പോ നമ്മളൊരു വാക്സിൻ വികസിപ്പിച്ചു, അത് വിതരണം ചെയ്തു. അതുപോലെ തന്നെ അടിയന്തര ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് കേരളത്തിലെ റോഡ് അപകടങ്ങളിലും. ഒരു ഡബിൾ മുണ്ട് നീട്ടി വിരിച്ചാൽ കേരളത്തിന്റെ രണ്ടറ്റത്തും എത്തുമെന്ന് പറയാറുണ്ട്. അത്ര മാത്രമേ ഈ നാടിന് വലിപ്പമുള്ളൂ. അവിടെയാണ് ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വർഷം 43,210 അപകടങ്ങൾ എന്നാൽ ഒരു ദിവസം 120 അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ആകെ 1,787 കിലോമീറ്റർ മാത്രം ദേശീയപാതയുള്ള കേരളത്തിൽ ദിവസം 100-ലേറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയുടെ കാരണങ്ങൾ എണ്ണി എണ്ണി പറയണം. അതിൽ ഒന്നാമത്തേത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ്. 2 വളവുകൾ നികത്താത്തതാണ്. 3 വാഹന സാന്ദ്രതയ്ക്കനുസരിച്ച് റോഡ് ഇല്ലാത്തതാണ്. 4 വേഗവും ഗതാഗതവും നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റഡ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ്. ഇനി 5 നിയമം തെറ്റിക്കാതെ വാഹനം ഓടിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനമില്ലാത്തത്. ഈ 5ഉം നടപ്പാക്കാമെങ്കിൽ കേരളത്തിന് വേണ്ടത് പണമാണ്. തലയെണ്ണി വീതം വച്ചാൽ കേരളത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇവിടെ വാഹനം എണ്ണി അതിന്റെ സാന്ദ്രതയ്ക്കനുസരിച്ച് പണം നൽകണം. ഈ ഓടുന്ന ഓരോ വണ്ടിയും കേന്ദ്ര സർക്കാരിനുള്ള നികുതി വരുമാനമാണ് എന്നെങ്കിലും സമ്മതിക്കാൻ തയ്യാറാകണം. സ്ഥലം സൗജന്യമായി കിട്ടുന്ന കാലത്ത് കേരളത്തിൽ ഒരു റോഡ് പണിയാം എന്നൊക്കെ ഇനിയും പറയരുത്. അങ്ങനെ പറയാൻ ഇവിടെ കമ്പനി ഭരണമൊന്നുമല്ലല്ലോ. ലാഭം നോക്കാതെ റോഡും പാലവും ഒക്കെ കെട്ടേണ്ടവരാണ് ജനാധിപത്യ സർക്കാരുകൾ. പാലക്കാട്ടെ ആ 4 കുട്ടികളുടെ ജീവന് ദേശീയപാതയിലെ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം വേദനയോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.